ഇനി ഈ പറയുന്ന ഖിസ്വാസിന്റെ ആയത്തിൽ അതിൽ പറയുന്ന അഹ് സഹോദരൻ, അവിടെ പറയുന്ന സാഹോദര്യം, ഖുവ്വത്ത് ഇഖ്വത്ത് എന്നൊക്കെ പറയുന്ന സാഹോദര്യം, ഇതൊക്കെ എന്താണെന്ന് ഇമാം റാസി തന്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീറിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇമാം റാസി പറയാണ്, അൽ ബഹ്സു റബിഅ, നാലാമത്തെ ചർച്ച. ഇവിടെയാണ് ഈ പറയുന്ന സാഹോദര്യം എന്താണ്, സഹോദരൻ, ആ പറയപ്പെട്ട സഹോദരൻ ആരാണ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഏത് അർത്ഥത്തിലാണ് സാഹോദര്യം എന്ന വിശേഷണത്തെ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. ഇന്ന് ഇബ്നു അബ്ബാസ് തമസ്സക ബിഹാദിഹിൽ ഫീ ബയാൻ കൗനിൽ ഫാസിഖ് മുഅ്മിന. ഒരു മുസ്ലിമായ ഒരാള് തെറ്റ് ചെയ്താലും അയാള് മുസ്ലിം തന്നെ ആയിരിക്കും, അല്ലാതെ അതിന്റെ പേരിൽ അയാൾ കാഫിറാകൂല എന്നതിന് ഈ ഒരു ആയത്താണ് ഇബ്നു അബ്ബാസ് തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. 3 ന്യായങ്ങൾ അതിന് ഇബ്നു അബ്ബാസ് പറയുന്നു. അതായത് അന്നത്തെ കാലത്ത് ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം പറഞ്ഞിരുന്നു, ഒരു മുസ്ലിമായ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാഫിറായി മാറും, അയാൾ ഇസ്ലാമിന് പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് ഖവാരിജികൾ എന്ന് പറഞ്ഞ വിഭാഗക്കാർക്കിടയിൽ. അപ്പോൾ ഈ ഖവാരിജികൾ എന്ന വിഭാഗക്കാരുടെ ഈ ഒരു സംസാരം, അതിന് എതിരായിട്ട് ഇബ്നു അബ്ബാസ് അങ്ങനെയല്ല, ഒരു മുസ്ലിമായ ഒരാൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാൾ ഇസ്ലാമിന് പുറത്ത് പോകില്ല എന്ന് പറയാൻ വേണ്ടി ഇബ്നു അബ്ബാസ് 3 ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ന്യായങ്ങൾക്ക് തെളിവായിട്ട് പറയുന്നത് ഈ ഒരു ആയത്താണ്. അപ്പൊ എന്താണ് ആ ന്യായങ്ങൾ? അൽ ഒന്നാമതായിട്ട് പറഞ്ഞു, അന്നഹു തആല സമ്മാഹു മുഅ്മിനൻ ഹാലമാ വജബൽ ഖിസ്വാസു അലൈഹി. ഒരാളെ മേലെ ഖിസ്വാസ്, ഒരു മറ്റൊരാളെ അയാൾ കൊന്നിട്ട് അയാൾ പ്രതിക്രിയക്ക്, ശിക്ഷക്ക് അർഹനായിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ വിധി പറയുന്ന ആ ഒരു ആയത്തിൽ അയാളെ മുസ്ലിം മുഅ്മിൻ എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ആയത്തിൽ അള്ളാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. വഇന്നമാ വജബൽ ഖിസ്വാസു അലൈഹി ഇദാ സ്വദറ അൻഹുൽ ഖത്ലുൽ അംദുൽ ഉദ്വാൻ. ഒരാൾ ശത്രുതാപരമായിട്ട്, ശത്രുതയോടുകൂടി മനഃപൂർവ്വം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ മേലിൽ ഖിസ്വാസ് നിർബന്ധമാണ്. വഹുവ ബിൽ ഇജ്മാഇ മിനൽ കബായിർ. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വൻപാപങ്ങളിൽപ്പെട്ട ഒരു കൊലപാതകം ചെയ്ത് അതിൻ്റെ പേരിൽ ഖിസ്വാസ് നിർബന്ധമായ ഒരാൾ, അതിൻ്റെ പേരിൽ പ്രതിക്രിയ അല്ലെങ്കിൽ നടപടിക്ക് വിധേയനാക്കപ്പെടുന്ന, നിർബന്ധമായ ഒരു നടപടിക്ക് വിധേയനാക്കപ്പെടണമെന്ന് പറയപ്പെടുന്ന ഒരാൾ, അങ്ങനെയുള്ളയാളെ ഈ ഒരു ആയത്തിൽ മുസ്ലിമായി തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അബ്ബാസ് പറയുന്നത്. വസാനി, രണ്ടാമത്തെ കാര്യം, അന്നഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല അസ്ബത്തൽ ഉഖുവത്തു, സാഹോദര്യത്തിനെ സ്ഥാപിച്ചിട്ടുണ്ട്, ബൈനൽ ഖാഇലി വബൈന വലിയുദ്ദമി, കൊല്ലപ്പെട്ടയാളുടെ അവകാശിയുടെയും അതുപോലെ കൊന്നവന്റെ ഇടയിലുള്ള സാഹോദര്യത്തിന് അല്ലാഹു തആല അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വല ശക്കുൻ അന്ന ഹാദിഹിൽ ഉഖുവത്തു തകൂനു ബിസബബിദ്ദീൻ. ഈ ഒരു സാഹോദര്യം, കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും ഇടയിലുള്ള സാഹോദര്യം, കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെ അവകാശിന്റെ ഇടയിലുള്ള ഒരു സാഹോദര്യം, അത് മതം കൊണ്ടാണ്, മതത്തിന്റെ കാരണത്താലാണ് എന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗലുണ്ടാകാൻ വേണ്ടിയിട്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തു, തീർച്ചയായിട്ടും ഈ പറയുന്ന മുഅ്മിനീങ്ങളൊക്കെ, തീർച്ചയായിട്ടും മുസ്ലിങ്ങളൊക്കെ സഹോദരങ്ങളാണ് എന്ന് ഹുജറാത്ത് എന്ന ഖുർആൻ അധ്യായത്തിൽ 15-ാം വചനത്തിൽ പറയുന്നത്. ആ ഒരു വചനം വെച്ചിട്ടാണ് ഈ പറഞ്ഞ ആയത്തിലെ അഹ്, സഹോദരൻ എന്നുള്ളത് മുസ്ലിം തന്നെയാണ് എന്ന് ഇബ്നു അബ്ബാസ് സ്ഥാപിക്കുന്നത്. ഫലൗലാ അന്നൽ ഈമാന ബാഖിൻ മഅൽ ഫിസ്ഖി വഇല്ലാ ലമാ ബഖിയത്തുൽ ഉഖുവത്തുൽ ഹാസിലത്തു ബിസബബിൽ ഈമാൻ. ഈമാൻ കാരണമായിട്ട് കരസ്ഥമാകുന്ന ഒരു സാഹോദര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പറയുന്ന മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് പറയാണ്, ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് ഈമാൻ പോകുകയാണെങ്കിൽ, ഫലൗലാ അന്നൽ ഈമാൻ ബാഖിൻ മഅൽ ഫിസ്ഖ്, ഒരാളുടെ ഈമാൻ പോകുന്നു, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നു, അല്ലെങ്കിൽ കാഫിറാകുന്നു, അയാൾ തെറ്റ് ചെയ്ത കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിന്നെ അയാളുടെ മുസ്ലിം എന്ന നിലക്ക് മറ്റുള്ള മുസ്ലിങ്ങളുമായിട്ട് അയാൾക്കുണ്ടായിരുന്ന ആ ഒരു സഹോദര ബന്ധം അവിടെ നിലനിൽക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അഹ്, ഖുറാനിൽ പറഞ്ഞ അഹ്, സഹോദരൻ എന്നുള്ള പ്രയോഗത്തിന് അങ്ങനെയാണെങ്കിൽ അവിടെ നിലനിൽക്കില്ല. എന്നാൽ ഇവിടെ അഹ് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് നിലനിൽപ്പ് ഉണ്ട്. ഇവിടെ അഹ് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് അവിടെ ആ ഒരു സാഹോദര്യമുണ്ട്. ഇത് വിശ്വാസം എന്ന നിലക്കുള്ള സാഹോദര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കൊലപാതകി അവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അയാൾ മുസ്ലിം തന്നെയാണ് അപ്പോൾ എന്നാണ് ഇവിടെ ഇബ്നു അബ്ബാസ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, കൊന്നവനും കൊല്ലപ്പെട്ടവനൊക്കെ മുസ്ലിം തന്നെയാണ് എന്നാണ് ഇവിടെയൊക്കെ ആ ഒരു സൂചന ഇബ്നു അബ്ബാസ് നൽകുന്നത്. ഇമാം റാസിയാണ് ഈ ഒരു ഇബ്നു അബ്ബാസിന്റെ ഉദ്ധരണി ഉദ്ധരിക്കുന്നത്. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യം, അസാലിത്ത് മൂന്നാമത്തെ ന്യായം, അന്നഹു തആല തീർച്ചയായിട്ടും അല്ലാഹു തആല നദബ ഇലൽ അഫ്വി മാപ്പ് പറയാൻ വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അനിൽ ഖാതിൽ കൊന്നവന് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ക്ഷണിച്ചിട്ടുണ്ട്. വന്നദബു ഇലൽ അഫ്വി ഇന്നമാ യലീഖു ബിൽ മുഅ്മിൻ. അപ്പോൾ ഈ പറയുന്ന ക്ഷണം, അതായത് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം, തീർച്ചയായിട്ടും അത് മുസ്ലിമീങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നാണ് ആര് പറയുന്നത്, ഇബ്നു അബ്ബാസ് പറയുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ളതാണ് എന്നുള്ളതാണ്. അജാബത്തുൽ മുഅ്തസിലത്തു അനിൽ വജ്ഹിൽ അവ്വൽ. ഇനി മറ്റൊരിടത്ത് പറയുന്നു, ഇനി മറ്റൊരു സ്ഥലത്ത് പറയാണ്, അനൽ ഖാതിൽ ഖബ്ല ഇഖ്ദാമിഹി അലൽ ഖത്ൽ കാന മുഅ്മിനൻ. ഒരു ആള്, ഇനി മറ്റൊരു അഭിപ്രായത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒരാള് മുസ്ലിമാണ്, എപ്പോ അയാള് കൊല്ലുന്നതിന് മുമ്പ് വരെ, കൊലപാതകത്തിലേക്ക് മുന്നിടുന്ന വരെ ഒരാൾ മുസ്ലിമാണ്. ഫസമ്മാഹുല്ലാഹു തആല, അപ്പോൾ ഇവിടെയൊക്കെ മുസ്ലിമായ ഒരാൾ കൊന്നാലാണ് ഈ പറയുന്ന കാര്യം. മുസ്ലിമായ ഒരാളെ കൊന്നു, മുസ്ലിമിനാൽ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടു. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന നിയമം നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയൊക്കെ ആ ചർച്ചയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ പറയാണ് അതിൽ ഖാദിൽ ഖബ്ല ഇഖ്ദാമിഹി അലൽ ഖത്ൽ കാന മുഅ്മിൻ, ഒരു മുസ്ലിമായ ഒരാൾ കൊലപാതകത്തിന് മുന്നിടുന്നതിന് മുമ്പ് അയാൾ മുസ്ലിം തന്നെയാണ്. ഫസമ്മാഹുല്ലാഹു തആല മുഅ്മിനൻ, അപ്പോൾ അല്ലാഹു തആല അവനെ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, മുസ്ലിമാണ്, അവനെ മുസ്ലിമായിട്ട് പേര് വെച്ചത്. ബിഹാദ തഅ്വീൽ വസാനി, രണ്ടാമത്തെ അന്നൽ ഖാതിലു ഖദ് യതൂബ്, തീർച്ചയായും കൊന്നയാള് അയാൾ തൗബ ചെയ്യും. പൈന്തസാലി കൈക്കൊന്നു മുഅ്മിൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തായി, അയാൾ വീണ്ടും മുസ്ലിമായി. തൗബ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മുസ്ലിമായിട്ടുണ്ട്. സുമ്മന്നഹു തആല, അപ്പോൾ ഒരു മുസ്ലിമായ ഒരാൾ കൊലപാതകം ചെയ്തു, പിന്നെ അയാൾ തൗബ ചെയ്തു. അപ്പോൾ അയാൾ തൗബ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് അയാൾ മുസ്ലിമായിട്ട് പേര് വെച്ചതെന്നാണ് മറ്റൊരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിമാണ് കൊലപാതകത്തിന് മുമ്പ്, പിന്നീട് അയാൾ തൗബ ചെയ്യുമെന്ന കാരണത്താൽ അപ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പോൾ അവൾ മുഅ്മിനായിട്ട് വിശേഷിക്കപ്പെടുന്നു. സുമ്മന്നഹു തആല അദ്ഖല ഫീഹി ഗൈറു തായിബ് അലാ സബീൽ തഗ്ലീബ്. വഅമ്മ الوجه الثاني وهو ذكر الأخوة فأجابوا عنه من وجوه الأول أن الآية نازلة قبل أن يقتل أحد. ഒരാൾ കൊല്ലുന്നതിന് മുമ്പ്, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിന് മുമ്പുള്ള കാര്യത്തിനെ കുറിച്ചാണ്. അല്ലായത് നാസിലത്തുൻ ഖബ്ല അൻ യഖ്തുല അഹദുൻ അഹദൻ, ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് ഉള്ള രീതിക്കാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. വലാ ശക്കുൻ അന്നൽ മുഅ്മിനീന ഇഖ്വത്തുൻ, അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് സഹോദരങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖബ്ലൽ ഇഖ്ദാമി അലൽ ഖത്ൽ, ആ ഒരു കൊലപാതകത്തിലേക്ക് മുന്നിടുന്നതിന് മുമ്പ് വരെയും മുസ്ലിമീങ്ങളൊക്കെയും സഹോദരങ്ങളാണ് എന്നതിന് യാതൊരു സംശയമില്ല. വസ്താനി അല്ലാഹിറു അനൽ ഫാസിഖു യതൂബ്, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫാസിഖ് എന്ത് ചെയ്യും, അയാൾ തൗബ ചെയ്യും. വലഹൽ തഖ്ദീരി യകൂനു വലിയുൽ മഖ്തൂലി അഹല്ലഹു, അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ആള്, കൊല്ലുന്ന ആള് പിന്നീട് അയാൾ തൗബ ചെയ്യാം. അപ്പോൾ തൗബ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു കൊല്ലപ്പെട്ടവന്റെ അവകാശിയെ ഈ കൊന്നവന്റെ സഹോദരനായിട്ട് അവിടെ പറയപ്പെടുന്നത് എന്നാണ് അവിടെയും പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ചർച്ചകളൊക്കെയും പറയുന്നത്, ഇതിൽ ഇത്ര ചർച്ചകൾ നമ്മൾ പറഞ്ഞതിലൊക്കെ, ഈ തുടക്കത്തിലുള്ള ചർച്ചകളൊക്കെയും പറയുന്നത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിമിനെയാണ്, മുഅ്മിനെയാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മുസ്ലിമായ ഒരാൾ മുസ്ലിമായ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാലുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആളുകൾ. ഇങ്ങനെ ഒരുപാട് പേർ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണിതെല്ലാം.